എൻ്റെ ലൈഫിൽ ഞാൻ എൻ്റെ ലൈഫ് തുടങ്ങുന്ന സമയത്ത് എനിക്കും വൈഫിനും കൂടി 9 ക്രെഡിറ്റ് കാർഡ് ഉണ്ടായിരുന്നു. ഓക്കെ, സൂപ്പർ. ഓക്കെ, ഇത് 2 പേർക്ക് അത്യാവശ്യം നല്ല സാലറി ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10ാം തീയതി കഴിയുമ്പോൾ ഈ സാലറി എവിടെ പോകുന്നു, ഞങ്ങൾക്ക് കിട്ടിയ എമൗണ്ട് എവിടെ പോകുന്നു പറയാം. പിന്നെയാണ് ഞാൻ ഇരുന്ന് ആലോചിച്ച് ഇത് പൈസ എൻ്റെ എവിടെയാണ് പോകുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി അന്ന്, കാരണം എനിക്ക് ഇത്രയും ഞാൻ ഫിനാൻഷ്യൽ പ്ലാനർ ആയിട്ടില്ല. ഈ 9 ക്രെഡിറ്റ് കാർഡ് കാരണമാണ് ഞാൻ ജീവിതത്തിൽ ഫിനാൻഷ്യൽ പ്ലാനർ ആയത്. കാരണം എൻ്റെ ഫിനാൻസ് എനിക്ക് മാനേജ് ചെയ്യണമായിരുന്നു. ഓക്കെ, ഞാൻ ആദ്യം ചെയ്തത് ഞാനൊരു പേഴ്സണൽ ലോൺ എടുത്തിട്ട് ഞാൻ എൻ്റെ ഈ 9 ക്രെഡിറ്റ് കാർഡും എൻ്റെ വൈഫിൻ്റെ 9 ക്രെഡിറ്റ് കാർഡും ക്ലോസ് ചെയ്തു. ഓക്കെ, അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 25,000 രൂപ 30,000 രൂപ 50,000 രൂപ ക്രെഡിറ്റ് കാർഡിൽ അടച്ചതിന് പകരം എൻ്റെ ഈ ലോണിൻ്റെ EMI 10,000 രൂപ. ഓക്കെ, 40,000 എനിക്കവിടെ സർപ്ലസ് ആയിട്ടുണ്ട്. അതിൽ നിന്നാണ് വർഷങ്ങൾക്ക് ശേഷം എനിക്ക് തോന്നുന്നത് എൻ്റെ മാരേജ് കഴിഞ്ഞ ഒരു 2012 എന്തോ ഒരു ഫേമസ് ഫിനാൻഷ്യൽ പ്ലാനറുണ്ട്, ഗൗരവ് മഷ്റൂം അല്ലാന്ന് പറഞ്ഞിട്ട്. പുള്ളി ഒരു ദീപാവലിക്ക് ഈ ഒരു കൺസെപ്റ്റ് പറഞ്ഞപ്പോൾ എൻ്റെ വൈഫ് പറഞ്ഞു ഞാനിത് 5 വർഷം മുമ്പ് ചെയ്തിട്ടാണ്, ബിക്കോസ് ഐ സ്റ്റാർട്ടഡ്. ആ സമയത്ത് ഞാൻ വർക്ക് ചെയ്യുമായിരുന്നു. ഐ ക്വിറ്റ് മൈ ജോബ്. ഐ ഡിസൈഡഡ് ഓക്കെ എന്തെങ്കിലും ജീവിതത്തിൽ നല്ലത് ചെയ്യണം എനിക്കും ബാക്കിയുള്ളവർക്കും പറഞ്ഞത്. അങ്ങനെയാണ് ഐ ആക്ച്വലി സ്റ്റാർട്ടഡ് ലേണിംഗ് ഫിനാൻഷ്യൽ പ്ലാനിങ്, ഒരു ഫിനാൻഷ്യൽ പ്ലാനർ ആയത്.